ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ് എന്റെ ഒരു ഹോബിയാണ്. വരൂ. ഒരു സ്ഥാനം കിട്ടിയാൽ മാത്രമേ ഈ പേട്രിയോട്ടിസം നാഷണലിസം കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്താ ഇതിങ്ങനെ ഒരു കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത്? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. അല്ല, എല്ലാ പാർട്ടിയിലും അങ്ങനെയല്ലേ, പുതിയ കാര്യമൊന്നും. എല്ലാ പാർട്ടിയിലും ലെഫ്റ്റ് പാർട്ടീസ് അതൊക്കെ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു ഐഡിയോളജി. സംസ്ഥാന കമ്മിറ്റി എത്ര പേരുണ്ട്? എത്രയുണ്ട്? സ്റ്റേറ്റ് കമ്മിറ്റി എത്രയുണ്ട്? സ്റ്റേറ്റ് കമ്മിറ്റി ഷുഡ് ബി അബൌട്ട് 80 80. ഞങ്ങളുടെ അതൊക്കെ ഉള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തത്തുല്യമായിട്ടുള്ളതാണോ ഈ സെക്രട്ടറിമാരുടെ number? അതൊക്കെ ഞങ്ങളുടെ സ്റ്റേറ്റ് ഇത് അവർ പറയുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞങ്ങളുടെ രീതി ഉണ്ടെന്നേ. പക്ഷെ എന്നാൽ ഈ സ്റ്റേജ് ഒടിഞ്ഞു പോകാൻ പാകത്തിൽ അവരുടെ സ്റ്റേജ് ഒടിഞ്ഞു പോകും. അവർ 80 വരുന്ന ആ സ്റ്റേജ് ഒടിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ ഇല്ലാത്തത് എന്താണ് കോൺഗ്രസിലുള്ളത്? മനുഷ്യത്വം. അവർക്ക് മനുഷ്യത്വം ഇല്ലേ? ഇല്ല. സോറി ടു സേ. വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു. They have been in government for 10 years. That's why they are bereft of humanity. അച്ഛാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അവൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ അതെ, ചെയ്യുന്നത്? ചെടിച്ചട്ടി അടിച്ചിട്ട് തലയെ പൊട്ടിച്ചിട്ട് മനുഷ്യത്വം എന്ന് പറയും. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുക. ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ അതിനെ കൊലപാതക കേസെടുത്ത് പിള്ളേരെ അതിടുക. താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരികെ താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. മുമ്പ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്തിട്ടില്ല. എവിടെ ചെയ്തു? ദൂരെ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ ആരെ കഴുത്തുളുക്കി ആശുപത്രി കിടക്കുകയും ഈ പിള്ളേരെ ജയിലൂടെ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഒരു വനിതാ മന്ത്രിയെ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പോയി പിന്നെ സ്റ്റേഷനിൽ പോയി വരട്ടേണ്ട കാര്യമല്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. പുരുഷ മന്ത്രിയായിരുന്ന KV തോമസ് ഇപ്പോൾ കൂടുതലാണ്. അതായത് സ്റ്റേഷനിൽ പോയി കരിവേര് വെച്ചു. പിന്നെയാണ് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സ്റ്റേഷനിൽ പൂട്ടിയിട്ടതോ? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നിന്ന് ഊരാ.